ഞാൻ ഇനി ഇല്ല, UDF-ലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് ഞാനില്ല. പ്രഖ്യാപിത നയാണ്. അതിന് വേറെ തന്തൊക്കെ എനിക്കണം. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, നിലമ്പൂരിൽ മത്സരിക്കുന്നില്ല. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷെ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര്. കോൺഗ്രസിനാണ് എൻ്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ടത്. എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷെ അയാൾക്ക് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയ്ക്ക് അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDF-നെ ഘടകകക്ഷിയാക്കും, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാക്കി ഇപ്പൊ പ്രഖ്യാപിക്കണം. ഈ രണ്ട് കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പൊ ആകെ ബാക്കിയുള്ളത്. ഞെക്കി 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 എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പൊ ഞാൻ ഇനിയും സംസാരിക്കും. അപ്പോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ UDF-ന്റെ അകത്ത് വന്നാലും അൻവർ ഇത് തന്നെയാണ്. ഇവർക്ക് പല ഏർപ്പാടും ഉണ്ടാകും. ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാളെ തടസ്സമാകും. അപ്പൊ എന്താ, എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പൊ എന്താ അവര് പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും, അടിവരട്ടു ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDF-ൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDF-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ഒറ്റക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDF-മായി സഹകരിച്ചു പോകണം എന്ന് പറഞ്ഞത് അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDF-മായി യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടു, പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടു സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDF-ൽ ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDF-ന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിന്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലേ? 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പൊ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിന്റെ ഗൺമാന്മാരെ വിളിച്ച അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ മലയോര കർഷകരുടെ, കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും, അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട.
ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയാമള്? ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ, ഞാൻ ഷൗക്കത്തിനെ പറ്റില്ല എന്ന് പറഞ്ഞതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനിപ്പോൾ അത് വിസ്തരിക്കുന്നില്ല. ആരെ നിർത്തിയാലും ഷൗക്കത്ത് അടക്കമുള്ളവരെ ഞങ്ങൾ പിന്തുണക്കും. ഒരു തർക്കമോ കാര്യത്തിന് വേണ്ട. കാരണം അത് പിന്നെ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ UDFന്റെ ഭാഗമാകുമ്പോൾ. പക്ഷേ ഞാനും കൂടി UDFന്റെ ഭാഗമായി നിന്നാൽ ഈ പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം PV അൻവറും UDFും ഒരുമിച്ച് നിന്നിട്ടും നിലമ്പൂരിലെ LDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥകളെന്ന് ആലോചിക്കും. ഞാൻ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞു മലയോരത്ത് പ്രശ്നമുണ്ട്, ഒരു കുടിയേറ്റ കർഷകൻ ഇവിടെ സ്ഥാനാർത്ഥിയാവണം, അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇപ്പൊ എല്ലാവരും സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നുണ്ടല്ലോ. ഒരു മലയോര കുടിയേറ്റ കർഷകൻ ആരെങ്കിലും പരിഗണിച്ചോ? ആരെങ്കിലും? ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, സ്വരാജ്. എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് ഇഷ്ടമാണ് വ്യക്തിപരമായിട്ട്. ഇനി എന്താ മറ്റത്? എന്താണ് PV അൻവറിനെ മാറ്റി നിർത്തിയിട്ടും നിലമ്പൂരിൽ ജയിക്കും? അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. ആരാ പറയുന്നത്? ഈ UDFന്റെ ചെയർമാൻ. നിങ്ങൾക്ക് മാറ്, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നോ, നത്തിങ്. ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. ബഹുമാനപ്പെട്ട ഈ AICC സെക്രട്ടറി, ഞാൻ ഒന്ന് പറഞ്ഞു, എനിക്ക് പ്രതീക്ഷ KC-യിലാണ്. എൻ്റെ പഴയ നേതാവ് കൂടിയാ. 3 മണിക്കൂർ കോഴിക്കോട് ഞാൻ കാത്തിരുന്നു, ഒന്ന് കാണാൻ, ഒന്ന് പറയാൻ ഇതാണ് വസ്തുത എന്ന്. തിരിച്ചു പോരേണ്ടി വന്നില്ലേ? KC-നോട് എനിക്ക് അതിൽ ഒരു വിരോധവും ഇല്ല. അദ്ദേഹം അങ്ങേയറ്റം പരിശ്രമിച്ച. എൻ്റെ ഗ്രീവിയൻസ് ഞാനൊന്ന് പറയട്ടെ. ക്ലാസ് ടീച്ചറോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഹെഡ്മാസ്റ്ററോടല്ലേ നമ്മൾ പറയാ. വില്ലേജ് ഓഫീസിൽ പ്രശ്നം ഉണ്ടായാൽ തഹസിൽദാരോട് പറയില്ലേ? തഹസിൽദാരോട് പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ കളക്ടറോട് പറയില്ലേ? കളക്ടറോടും പറഞ്ഞിട്ട് പരിഹരിച്ചില്ലേ ചീഫ് സെക്രട്ടറിയോട് പറയില്ലേ? ആ ഒരു ചെറിയ നീതി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. അവിടുന്ന് വിട്ടില്ലേ? അവിടുന്ന് വിട്ടില്ലേ? എങ്ങോട്ടേക്കായി പോണത്? PV അൻവർ ഇല്ലാതെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള വോട്ട് എവിടെയാ? ആരാ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാന്ന് പറഞ്ഞത്? അദ്ദേഹം കുറച്ച് വോട്ട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ എൻ ബ്ലോക്കായിട്ട്. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞു ഇതിന്റെ പിന്നിലൊരു നിഗൂഢതയുണ്ട്. ഞാനും അദ്ദേഹം തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമില്ല, വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നമില്ല. ഉണ്ടായിരുന്ന വിഷയങ്ങൾ മുഴുവൻ പബ്ലിക്കിനോട് കാര്യം പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഹൃദയത്തെ തൊട്ട് പറഞ്ഞു, കേട്ടോ സോറി, അങ്ങനെ പറ്റിപ്പോയി, ഒരു നിർബന്ധിത സാഹചര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പോയതാണ്. എന്നോട് നിങ്ങൾ പുറക്ക് നിങ്ങളെ വീട്ടിൽ വരണം. ഞാൻ ചോദിച്ചാൽ അത് വേണ്ടെന്ന് പറയാം. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ല. ആ വിഷയം എൻ്റെ ഹൃദയത്തോട്ട്. ഞങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒന്നുമില്ല. പിന്നെ എന്താ അൻവറിന് ഇത്ര വലിയ പ്രശ്നം? അതിനൊരു പ്രശ്നമുണ്ട്, അതിനൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ് എന്ന് ജനങ്ങൾ വിലയിരുത്തും. പിന്നെ ഞാൻ ഇനി അതിലേക്ക് ഇല്ല, ഞങ്ങളോട് പറയാം. ഞാൻ ആ ഒരു സംവിധാനത്തിലേക്ക് വിശ്വാസ വഞ്ചന, അദ്ദേഹം ഈ പൊസിഷനിലിരുന്ന് ഈ കാര്യങ്ങൾ നയിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല. ഒരുപാട് ചർച്ചകൾ നടത്തി. ആരെ നിർത്തിയാലും സഹായിക്കാം, പിന്തുണക്കാന്ന് പറഞ്ഞു, ഷൗക്കത്തിനെ അംഗീകരിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, വിശ്വാസ്യതയൊക്കെ അടിസ്ഥാനം വിശ്വാസമാണ്. അത് പോയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ലീഡേഴ്സിനോടും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ പബ്ലിക് ആവണം. എനിക്ക് ഒരു രേഖാപരമായിട്ട് ഒരു കടലാസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പറയണം. UDFനെ ഘടകകക്ഷിയാക്കും, സോറി ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാക്കി ഇപ്പൊ പ്രഖ്യാപിക്കണം. ഞാനൊരു ഉറച്ച സീറ്റ്, എൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ കൊടുത്തത്. അത് ജനങ്ങളോട് പറയാണ്. എനിക്കൊരു അധികാരവും വേണ്ടെന്ന് പറഞ്ഞിറങ്ങിപ്പോന്നവനാ. പക്ഷെ ഇവരെല്ലാം പാടെ കൂടിയിട്ട് എന്നെ ചവിട്ടിയിട്ട് മൂലക്കലാക്കും. എനിക്ക് നാളെ ജനങ്ങളുടെ വിഷയം പറയണമെങ്കിൽ, കേരളത്തിന്റെ നിയമസഭയിൽ പറയണമെങ്കിൽ, ഈ പിണറായി സത്തെ തോൽപ്പിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി നിയമസഭയിലെത്തി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സിറ്റിംഗ് സീറ്റ് വേണം എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. മുമ്പ് എനിക്ക് വേണ്ടായിരുന്നു. കാരണം ഈ കാര്യങ്ങൾ പരിഗണിച്ച് ചെയ്യല്ലോ. 99 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്.
എത്രയാ വിന്നിംഗ് റേറ്റ്? 21 സീറ്റ്, 22 സീറ്റ്, 16-ലും 21-ലും. കണക്കൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ 75% സ്ഥാനാർത്ഥികളും 2 തെരഞ്ഞെടുപ്പിലും തോറ്റതാണ്. എനിക്ക് ആ തോറ്റ സീറ്റുകളിൽ പല സ്ഥലത്തും വിജയിപ്പിക്കാൻ കഴിയും. അതിന് പറ്റിയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്, അതിനെതിരെ നിർത്താൻ പറ്റുന്ന ശേഷിയുള്ള പലരും എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ തോറ്റ 5 സീറ്റ് താ, ഒരു നിലക്കും നിങ്ങൾ വിജയിക്കാത്ത മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഞാൻ പറഞ്ഞു നോക്കി, തീരുമാനം വേണം. ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഞാൻ അവസാനം പറഞ്ഞു, ഞാൻ വിട്ടു, നിങ്ങൾ എനിക്കൊരു സീറ്റ് പറ, ഒറ്റ സീറ്റ്, ബാക്കിയൊക്കെ വിട്, മറ്റേ ഘടകകക്ഷിയും വിട്, അസോസിയേറ്റ് എങ്കിൽ അസോസിയേറ്റ്. ഞാനത് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ, ഞാൻ അതിന് മൂളാനല്ല പറഞ്ഞത്. നിങ്ങളൊരു സീറ്റ് പറയാൻ പറഞ്ഞു. ഇവരെന്താണ് ഇവരുടെ മനസ്സിലെന്നറിയണല്ലോ. അപ്പൊ പറയാ, നിങ്ങൾക്ക് എവിടെയും മത്സരിക്കാലോ, 140 സീറ്റില്ലേ, എവിടെയും മത്സരിക്കാലോ, അത് നമുക്ക് തീരുമാനിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറ്റൂല, മുമ്പ് റെഡിയായിരുന്നു, ഇപ്പൊ പറ എനിക്ക് ഏത് സീറ്റ് തരും. മുസ്ലിം ലീഗ് സീറ്റ് തരേണ്ട കാര്യമില്ല, കോൺഗ്രസിന്റെ സീറ്റാണ് നിലമ്പൂര്, കോൺഗ്രസിനാണ് ഇതിന്റെ സീറ്റ് ഞാൻ കൊടുക്കുന്നത്. കോൺഗ്രസ് ആണല്ലോ തരേണ്ടത്. അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം അത് പറഞ്ഞപ്പോൾ എനിക്കത് ന്യായമാണെന്ന് തോന്നി. 100% ന്യായമല്ലേ ലീഗ് പറഞ്ഞത്. എൻ്റെ സീറ്റ് കൊടുക്കുന്നത്, ജനങ്ങൾ എനിക്ക് തന്ന സീറ്റ് കൊടുക്കുന്നത് ആർക്കാ? കോൺഗ്രസിനാണ്. 99 സീറ്റിൽ ഇത്രയും സീറ്റ് ഉണ്ടല്ലോ, ഒരു സിറ്റിംഗ് സീറ്റ് കേരളത്തിൽ എവിടെയും പറയും. അപ്പോൾ എന്നോട് എന്താ പറയുക, വളരെ ഉത്തരവാദിത്തപ്പെട്ടത്. എന്നോട് സ്നേഹമുള്ള ആളാട്ടോ, പക്ഷേ അയാൾക്ക് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബേപ്പൂരിൽ മത്സരിച്ചൂടെ? ബേപ്പൂരേ ആദ്യം പറഞ്ഞു, മലമ്പുഴ മലയോര മേഖലയിൽ വലിയ വന്യമൃഗ പ്രശ്നം ഇപ്പോൾ 2-3 ആളപ്പോൾ ഈ 3 ആഴ്ചകളിൽ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടോപ്പാണ്. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു. ഞാൻ നിർത്തിക്കോളൂ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എവിടത്തേക്ക് അത് കൊണ്ടുപോകുന്നത്? കൊന്ന് കൊല വിളിക്കാനാണ് തീരുമാനം. മനസ്സിലായില്ലേ? ഒരൊറ്റ വ്യക്തിയാണ്, ഒരൊറ്റ വ്യക്തി, അല്ലാതെ UDFന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ പിണറായിസം തുടങ്ങി വെച്ചത് PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് വന്നത് എന്ന് ബഹുമാനപ്പെട്ട KC എയർപോർട്ടിൽ പറഞ്ഞ ഞങ്ങൾ കേട്ടാണല്ലോ. അതൊന്നും മൂപ്പര് അംഗീകരിക്കില്ല. അപ്പോ ഞാൻ ഈ പോരാട്ടം ജനങ്ങളുടെ മുന്നിൽ തുടരും. പിന്നെ ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കുന്നില്ല. മത്സരിക്കണമെങ്കിൽ പൈസ എത്ര വേണം? എത്ര കോടി വേണം? ആരവിടെ വരാൻ പോണത്? 97 MLA-മാരും മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാര്, ഓല MP-മാര്, UDFന്റെ 42 MLA-മാര്, അവരുടെ MP-മാര്, അവരുടെ സംവിധാനം. എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ അല്ല. ഞാൻ ആകെ കടക്കാരനവരപ്പം കൂടിയേഷറിങ്ങൾ. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇങ്ങനെ TV-യിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കും. പടച്ചോനെ, എന്താ ഇതിന്റെ കഥ? മനസ്സിലായോ? ഒരു പൈസ അല്ല. എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത്. ഇപ്പൊ എത്ര കേസാ അറിയോ? റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. പലതും ജപ്തിന്റെ വക്കിലാ. നാളെ രാവിലെ ജപ്തി വരുമോ എനിക്കറിയില്ല. ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ്. നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം. PV അൻവറിനെ തകർക്കാം. എങ്ങനെയാ തകർന്നത്? ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നടത്തിയ പോരാട്ടം. അറിയോ നിങ്ങൾക്ക്? ഇവിടുത്തെ IPS ലോബി, ഇവിടുത്തെ IAS ലോബി, ഇവിടുത്തെ IFS ലോബി, ഇവിടുത്തെ RSS, കേന്ദ്ര ഗവൺമെന്റ്, LDF-ലെ തന്നെ ചില ഘടകകക്ഷികളെ ചില ആളുകൾ, ഈ പറയുന്ന സംഘം, ഇവരൊക്കെ കൂടി ചേർന്ന് ഞെക്കി 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 എന്നെ ഇല്ലാണ്ടാക്കി വട്ടപൂജ്യത്തിലാക്കി. ഒരു 10,000 റുപ്യക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട്. അറിയോ നിങ്ങൾക്ക്? ഒരു ദിവസം 3 കുപ്പായ ഇടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ ഇട്ട. അറിയോ നിങ്ങൾക്ക്? ഇതിൽ അഴുക്കൊന്നും ആയിട്ടില്ല. ഒരു ഷർട്ട് മുണ്ട് ഇറക്കി കിട്ടണമെങ്കിൽ 60 റുപ്യ വേണം. അത് കോടികൾ PV അൻവറിന്റെ കയ്യിലുണ്ടായിരുന്നൊന്നും അങ്ങനെ തന്നെയാണ്. ആയതല്ല.
അപ്പൊ രാവിലെ ആ സ്ത്രീപ്പെട്ടി ഒന്നും ഇങ്ങനെ ആക്കിയാൽ ആ 60 റുപ്യ ഏതെങ്കിലും ഒരു സാധനം കൊടുക്കാലോ, കൊടുത്തൂടെ? ഞാൻ ഈ ബിസിനസ് ക്ലാസ്സിൽ ആ ക്ലാസ്സിലൊന്നും ഞാൻ യാത്ര ചെയ്യില്ല. ഇവിടുന്ന് 12,000 റുപ്യ 15,000 റുപ്യയുടെ ദുബായിലെത്തും. ആ ബിസിനസ് ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ 30,000 40,000 കൊടുക്കണം 3-4 മണിക്കൂറിന്. ഞാൻ ആ സാധാരണക്കാരടി പോയി എനിക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിട്ടല്ല, ആ പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധു വരുമ്പോൾ കൊടുക്കാം. ഏതായാലും ആകെ കട. ഇപ്പൊ ഈ രാവിലെ ഈ വാതിൽ തുറക്കാൻ പേടി. എനിക്കറിയാം മനുഷ്യന്മാർ ഇവിടെ ഉണ്ടാവും. എന്താണ് ഓരോ ദുരന്തമായിട്ട് വരിക. ഇപ്പോഴെന്താ പി വി അൻവർ ഭയങ്കര മലയാളിയല്ലേ? കടം വാങ്ങി സഹായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. വിത്തെടുത്ത് കുത്തി തിന്ന് വിത്തും കഴിഞ്ഞു. 1 ഇഞ്ച് ഭൂമി എനിക്ക് വിൽക്കാൻ കഴിയും. നിങ്ങൾ ഇവരുണ്ടാക്കിയ കേസ്, ഒരു മിച്ച ഭൂമി കേസ് 222 ഏക്കർ എന്നൊക്കെ നിങ്ങൾ കേൾക്കണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താ വസ്തുത പടച്ചോന്നറിയാം. ഞാൻ അവിടെ വരേൽപ്പിക്കുക. അപ്പൊ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. ആഗ്രഹമുണ്ട്, ശേഷിയില്ല. അപ്പൊ ഞാൻ ഈ ജനങ്ങളോട് ഇപ്പൊ എന്താ പറഞ്ഞ, അൻവറിന്റെ രാഷ്ട്രീയം ഇപ്പൊ ഈ മുന്നണിയിൽ വന്നില്ലെങ്കിൽ അവസാനിക്കുന്നതാണ്. ഞാൻ ഓരോ രാഷ്ട്രീയം കണ്ടിട്ടല്ല. ഭൂരിപക്ഷത്തെ കണ്ട് ഭയപ്പെടരുത്, നീ നീതിയോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞോട്ട് നിൽക്കും. ഞാൻ ഈ പച്ച പാവപ്പെട്ട സാധുക്കളെ കണ്ടിട്ടാ. അപ്പൊ മത്സരിക്കണം ഇതിനെ പോരാടണം എന്ന് എന്നെ സ്നേഹിക്കുന്ന ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തള്ളുകയാണ്. ഇവനെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത് രണ്ടാമത്തെ ഭാഗം. അപ്പോ ഇനി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ്, നിസ്സഹായന. ഈ 2 കൂട്ടരുടെയും കരാള ഹസ്തത്തിൽ ഇങ്ങനെ ഞെക്കിയിട്ട് അങ്ങോട്ട് പീക്കിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് എറിയോല്. എന്നാലും ജീവനാണ് ഇപ്പൊ ആകെ ബാക്കിയുള്ളത്. മനസ്സിലായി? വെറും ജീവൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ജീവനും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുമായിട്ട് ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അതുകൊണ്ട് ഇപ്പം ഇതാണ് സ്ഥിതി. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ജനങ്ങൾ ആലോചിക്കട്ടെ, തീരുമാനിക്കട്ടെ. വി ഡി സതീശൻ മാത്രമല്ല, ആ വി ഡി സതീശന് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൃത്യമായ വിവരം കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയും. ഞാൻ ഇനി ഇല്ല, യു ഡി എഫിലേക്ക് ഞാനില്ല. ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല, പ്രഖ്യാപിത നയാണ്. മനസ്സിലായില്ലേ? ഞാനില്ല കേട്ടോ. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഒരു സമുദായ നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും സഖാക്കൾ എന്നെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട്. പക്ഷെ എനിക്ക് ശേഷിയില്ല. അതുപോലെ തീരുമാനിച്ചോട്ടെ, അതിന്റെ പ്രശ്നമല്ല. താങ്കളുടെ പ്രശ്നം ഇപ്പൊ അതാണ്. ഈ വോട്ട് എന്താവുന്നില്ലേ? ഞാനീ പറഞ്ഞില്ലേ, പച്ച മലയാളത്തിലല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞാൻ വീട്ടിലിരിക്കും. ഈ കൊലയിലുണ്ടാവും ഞാൻ, അല്ലെങ്കിൽ ആ അങ്ങാടിയിലുണ്ടാവും. അങ്ങനെ സമാഹരിച്ച് തരാനുള്ള ആൾക്കാരൊന്നും എനിക്കില്ല. എല്ലാ മുതലാളിമാരും അപ്പുറത്തല്ലേ. അതിന് വേറെ തന്തൊക്കെ എനിക്കണം. മനസ്സിലായില്ലേ? ഞാൻ തുടങ്ങി വെച്ച പോരാട്ടം പിണറായിസാണ്. അത് ഇവിടെ നിൽക്കാണ്. ആ പിണറായിസത്തോട് കൂട്ടിക്കെട്ടിയിട്ട് എന്നെ കൊല്ലാൻ നിൽക്കുന്ന ആളുകൾക്കെതിരെയല്ലേ പോരാട്ടം ഇനി ഉണ്ടാവുക. മലയാളമല്ലേ മാഷ ഇവിടെ പറഞ്ഞു? നിങ്ങൾ ഈ ഫോണിൽ അയച്ചു വിടുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാൻ നിൽക്കുക. ഓക്കെ, ഇല്ലല്ല, അവസാനിച്ചു. എനിക്കിനി ഒന്നും പറയാനൊക്കെ പറഞ്ഞു.